പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായ രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ വർഷത്തെ ഒരു നല്ലൊരു ഓർമ്മ ഞാൻ പങ്കുവയ്ക്കാം. ഈ വർഷാരംഭത്തിൽ ജനുവരി 1 വെളുപ്പിന് ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരനും വീടിൻ്റെ മുകളിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഈ വർഷത്തെക്കുറിച്ചൊരു പ്ലാനിങ് നടത്തുകയായിരുന്നു. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയായിരിക്കണം ഈ വർഷം, കുറച്ച് യാത്രകൾ ചെയ്യണം, അങ്ങനെ കുറച്ച് കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഞങ്ങൾ പരസ്പരം പങ്കുവെച്ച് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ആകാതെ എന്തെങ്കിലും മെച്ചപ്പെട്ട അല്ലെങ്കിൽ കുറച്ചും കൂടെ മികച്ചതായിട്ടൊരു വർഷം ആയിരിക്കണം എന്നൊരാഗ്രഹങ്ങൾ പങ്കുവെച്ചിരുന്നു. പക്ഷേ ഈ ക്രിസ്മസ് ദിനത്തിൽ വീണ്ടും ആ കാര്യം ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു കാര്യവും ഒരാഗ്രഹവും ചിന്തിച്ച ഒരു കാര്യം പോലും ശരിക്കും നടത്താൻ പറ്റിയില്ല. ഉദ്ദേശിച്ചതുപോലെ നടന്നുമില്ല. കുറേയേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു, അതും നടന്നില്ല. യാത്രകൾ ഒട്ടും പോകാനും പറ്റിയില്ല. വർഷം ആരംഭിച്ചതേ ഓർമ്മയുള്ളൂ, ദാ ഇപ്പം തീരാറായി. എത്ര പെട്ടെന്നാ ദിവസങ്ങൾ പോയത്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു ചിന്ത മനസ്സിൽ വന്നിരുന്നു. പക്ഷേ അപ്പോൾ കർത്താവിൻ്റെ വചനം ശക്തിപ്പെടുത്തി. നമുക്കായിട്ട് ഒരു രക്ഷകൻ ദാവീദിന്റെ പട്ടണത്തിൽ പിറന്നിരിക്കുന്നു. അതൊരു പുതിയ പ്രതീക്ഷ ഹൃദയത്തിൽ നൽകി. കാരണം എനിക്കറിയാം, ഞാൻ മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു ഈ വർഷം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒന്നും പ്രതീക്ഷിച്ചതുപോലെ ഈ വർഷം ചെയ്യാനും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം നമുക്കായിട്ട് ഒരു രക്ഷകൻ പിറന്നിട്ടുണ്ട്. 2000 വർഷം മുമ്പ് ഇതിനേക്കാട്ടിലും മോശമായ സാഹചര്യങ്ങളുടെ നടുവിൽ, അന്ധകാരത്തിന് നടുവിലേക്ക് പ്രതീക്ഷയായിട്ട് പുതിയ വഴികളുമായിട്ട് രക്ഷകൻ കടന്നു വന്നിരിക്കുന്നു. ഇന്ന് ഈ സാഹചര്യങ്ങളുടെ നടുവിലും നമുക്കായിട്ട് നമ്മുടെ രക്ഷകൻ പിറന്നിട്ടുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാം. ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഒന്നിൻ്റെയും അവസാനമല്ല, ഇവിടെ ആരംഭമാണ്. കാരണം മനുഷ്യന്റെ പദ്ധതികൾ അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ പദ്ധതികളും പ്രവൃത്തികളും ആരംഭിക്കുന്നുവെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. നമുക്കത് വിശ്വസിക്കാം. പുതിയ വഴികൾ നമുക്ക് മുൻപിൽ ദൈവം തുറക്കും. പുതിയ മാർഗങ്ങൾ ദൈവം നമുക്ക് കാണിച്ചു തരും. കർത്താവാണ് നമ്മുടെ പ്രകാശവും നമ്മുടെ രക്ഷയും നമ്മുടെ വഴിയും നമ്മുടെ കോട്ടയും. അതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കേണ്ട ഒരാവശ്യവുമില്ല. ദൈവം നമ്മളെ ഉയർത്തും. ദൈവം നമ്മളെ മുമ്പോട്ട് നടത്തും. ഉറച്ചു വിശ്വസിക്കാം. ഉണ്ണീശോ നമ്മുടെ കൂടെയുണ്ട്. ആ ഉണ്ണീശോയോട് ചേർന്ന്, നമുക്കായിട്ട് പിറന്ന, നമ്മുടെ രക്ഷയ്ക്കായിട്ട് പിറന്ന നമ്മുടെ ഉണ്ണീശോയോട് ചേർന്ന് നമുക്ക് പാടി അവിടുത്തെ ആരാധിക്കാം ഗായസംഘത്തോടൊപ്പം. ഈശോയെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഉണ്ണീശോയെ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുദേവൻ ജാതനായി ബത്ലഹേമിൽ നമുക്കു വേണ്ടി ആട്ടിടയ മോദമോടെ ഉൾത്തൊഴുത്തിൽ ആഗതരാ
ഉണ്ണി യേശുവിനെ സ്നേഹിക്കാം. നമുക്ക് ഉണ്ണി യേശുവെ നമുക്ക് ആരാധിക്കാം. വലിയ സന്തോഷത്തോടെ, വലിയ ആനന്ദത്തോടെ. ലോകത്തിൻ്റെ പാപം നീക്കാൻ ദൈവപുത്രൻ ജാതനായി കൂരിരുളി പ്രകാശമാ ഉണ്ണിയേശു പിറന്നിതാ. ലോകത്തിൻ്റെ പാപം നീക്കാൻ ദൈവപുത്രൻ ജാതനായി കൂരിരുളി പ്രകാശമാ ഉണ്ണിയേശു പിറന്നിതാ. മാലാഖമാർ വാനമേഘേ ഹല്ലേലൂയ പാടിടുന്നേ. മാലാഖമാർ വാനമേഘേ ഹല്ലേലൂയ പാടിടുന്നേ. ഗ്ലോറിയ 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 ഗ്ലോറിയ. സന്തോഷത്തോടെ പാടി ആരാധിക്കാം. നമുക്ക് വേണ്ടി പിറന്ന ഉണ്ണിയെ. മാലാഖ നിരയോട് ചേർന്ന്, വാനവൃന്ദത്തോട് ചേർന്ന് ഈ രാത്രിയിൽ നമ്മുടെ ഈശോയെ നമ്മൾ ആരാധിക്കുന്നു. അന്ന് അത്യുന്നത വൃന്ദം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവപുത്രനെ ആരാധിച്ചു. മാലാഖ നിരകൾ ഉണ്ണിയേശുവിനെ ആരാധിച്ചു. ഇന്ന് നമ്മളും വലിയ സന്തോഷത്തോടെ ഉണ്ണിയേശുവിനെ പാടി വാഴ്ത്തുന്നു. സന്തോഷത്താൽ നിറഞ്ഞു പാടി വാഴ്ത്താം. ഹല്ലേലൂയകൾ കൊണ്ട് നമ്മുടെ അധരം തുറക്കട്ടെ. ഉണ്ണിയേശുവിനെ വാഴ്ത്ത നമുക്കായി പിറന്ന നമ്മുടെ പൊന്നു തമ്പുരാൻ, നമുക്ക് വേണ്ടി പിറന്ന നമ്മുടെ രക്ഷകൻ വലിയ സന്തോഷത്തോടെ ആരാധിക്കാം. ക്രിസ്തുമസ് ഇത് ഭൂമിയിലെ ഏറ്റവും സന്തോഷമേറിയ ദിവസമാണ്. ഉണ്ണിയേശു പിറന്ന ദിവസം, ലോകം കാത്തിരുന്ന രക്ഷകൻ ഭൂമിയിലേക്ക് അവതരിച്ച ദിവസം, മനുഷ്യകുലത്തിന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം, പിതാവായ ദൈവം നമുക്ക് നൽകിയ അമൂല്യമായ സമ്മാനം. സങ്കടങ്ങളെ മാറ്റിവെക്കാമോ? ഇതാ സന്തോഷം വരവായി.
ഈശോ പിറന്ന അത്ഭുത രാത്രിയാണിത്. ക്രിസ്തുമസിന്റെ സന്തോഷം നമ്മുടെ ഭവനത്തിൽ നിറയട്ടെ, ഹൃദയത്തിൽ നിറയട്ടെ. ഈശോയെ പാടി നമുക്ക് ആരാധിക്കാം. നമുക്ക് വേണ്ടി ഉദയം ചെയ്ത രാജാതിരാജനെ ആരാധിക്കാം. ഈ ശാന്തമായ രാത്രിയിൽ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് ഹൃദയം തുറന്നൊന്ന് ആരാധിക്കാമോ? കർത്താവിന്റെ സ്നേഹം നിറയട്ടെ. സ്വർഗത്തിന്റെ സമ്മാനമായ ഉണ്ണി യേശു പിറന്നിരിക്കുന്നു. സ്വർഗത്തിന്റെ അത്ഭുതമായ ദൈവകുമാരൻ നമുക്ക് വേണ്ടി അവതരിച്ചിരിക്കുന്നു. ആനന്ദത്തോടെ പാടാം, സന്തോഷത്തോടെ പാടാം, ശക്തിയോടെ പാടാം, മാലാഖ നിരകളോട് ചേർന്ന് പാടാം. അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കാം, സർവശക്തനായവനെ ആരാധിക്കാം. രാജാക്കന്മാരുടെ രാജാവ് നമുക്ക് വേണ്ടി എഴുന്നള്ളുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ നന്ദി, യേശുവേ നന്ദി. ഈ രാത്രിയിൽ മാലാഖ നിരകളോട് ചേർന്ന്, സ്വർഗീയ വൃന്ദത്തോട് ചേർന്ന് രാജാവായ യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ നന്ദി. രാജാതി രാജാവെഴുന്നള്ളുന്നു, കർത്താതി കർത്താവെഴുന്നള്ളുന്നു. അധികാരത്തോടെ അഭിഷേകത്തോടെ ജീവിക്കും ദൈവത്തെ വാഴ്ത്തി പാടിടാം. രാജാതി രാജാവെഴുന്നള്ളുന്നു, കർത്താതി കർത്താവെഴുന്നള്ളുന്നു. അധികാരത്തോടെ അഭിഷേകത്തോടെ ജീവിക്കും ദൈവത്തെ വാഴ്ത്തി പാടിടാം. ഉന്നതരിൽ അത്യുന്നതനാ രാജാതി രാജാവിനെ കൈത്താളത്തോടെ ആഹ്ലാദത്തോടെ ഹൃദയത്തിൻ നിറവിൽ നിന്നാരാധിക്കാം. ഉന്നതരിൽ അത്യുന്നതനാ രാജാതി രാജാവിനെ കൈത്താളത്തോടെ ആഹ്ലാദത്തോടെ ഹൃദയത്തിൻ നിറവിൽ നിന്നാരാധിക്കാം. യേശുവാനിലും പ്രതാപവാൻ, ആരിലും മഹത്വവാൻ, സർവരും വണങ്ങിടും മഹോന്നതൻ. യേശു ആൽഫയും ഒമേഗയും സർവനീതി സൂര്യനും നിത്യസത്യദൈവമേക രക്ഷകൻ. യേശുവാനിലും പ്രതാപവാൻ, ആരിലും മഹത്വവാൻ, സർവരും വണങ്ങിടും മഹോന്നതൻ. യേശു ആൽഫയും ഒമേഗയും സർവനീതി സൂര്യനും നിത്യസത്യദൈവമേക രക്ഷകൻ. യൂദാതൻ ഗോത്രത്തിൻ സിംഹമാണവൻ, ദാവീദിൻ വംശത്തിൻ തലവനാണവൻ. ചെങ്കടൽ പിളർന്നവൻ, പാതകൾ തുറന്നവൻ, ഇസ്രായേലിൻ നാഥനെ വാഴ്ത്തി പാടിടാം. യൂദാതൻ ഗോത്രത്തിൻ സിംഹമാണവൻ, ദാവീദിൻ വംശത്തിൻ തലവനാണവൻ. ചെങ്കടൽ പിളർന്നവൻ, പാതകൾ തുറന്നവൻ, ഇസ്രായേലിൻ നാഥനെ വാഴ്ത്തി പാടിടാം. ഉന്നതരിൽ അത്യുന്നതനാ രാജാതി രാജാവിനെ കൈത്താളത്തോടെ ആഹ്ലാദത്തോടെ ഹൃദയത്തിൻ നിറവിൽ നിന്നാരാധിക്കാം. ഉന്നതരിൽ അത്യുന്നതനാ രാജാതി രാജാവിനെ
യേശു ആൽഫയും ഒമേഗയും സർവ്വനീതി സൂര്യനും നിത്യസത്യ ദൈവമേക രക്ഷകൻ. യേശു ആരിലും പ്രതാപവാൻ, ആരിലും മഹത്വവാൻ, സർവരും വണങ്ങിടും മഹോന്നതൻ. യേശു ആൽഫയും ഒമേഗയും സർവ്വനീതി സൂര്യനും നിത്യസത്യ ദൈവമേക രക്ഷകൻ. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തൂപമായി, കൂടെയുള്ള നാഥനെ കണ്ടു വാഴ്ത്തിടാൻ. ബന്ധനം തകർത്തവൻ, നിത്യരക്ഷ തന്നവൻ, ജീവിക്കും ദൈവത്തെ ഏറ്റുപാടിടാം. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തൂപമായി, കൂടെയുള്ള നാഥനെ കണ്ടു വാഴ്ത്തിടാൻ. ബന്ധനം തകർത്തവൻ, നിത്യരക്ഷ തന്നവൻ, ജീവിക്കും ദൈവത്തെ ഏറ്റുപാടിടാം. രാജാതിരാജാവിനെ കൈത്താളത്തോടെ ആഹ്ലാദത്തോടെ ഹൃദയത്തിൽ നിറവിൽ നിന്നാരാധിക്കാം. ഉന്നതരിൽ അത്യുന്നതനാ രാജാതിരാജാവിനെ കൈത്താളത്തോടെ ആഹ്ലാദത്തോടെ ഹൃദയത്തിൽ നിറവിൽ നിന്നാരാധിക്കാം. യേശുവാനിലും പ്രതാപവാൻ, ആരിലും മഹത്വവാൻ, സർവരും വണങ്ങിടും മഹോന്നതൻ. യേശു ആൽഫയും ഒമേഗയും സർവ്വനീതി സൂര്യനും നിത്യസത്യ ദൈവമേക രക്ഷകൻ. യേശു ആരിലും പ്രതാപവാൻ, ആരിലും മഹത്വവാൻ, സർവരും വണങ്ങിടും മഹോന്നതൻ. യേശു ആൽഫയും ഒമേഗയും സർവ്വനീതി സൂര്യനും നിത്യസത്യ ദൈവമേക രക്ഷകൻ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. നമുക്ക് വേണ്ടി രാജാവായി ഉദയം ചെയ്ത നീതി സൂര്യനെ നമ്മൾ പാടി വാഴ്ത്തി. അനേക സങ്കടങ്ങളെ തുടച്ചു നീക്കി ഈ ശാന്തമായ രാത്രിയിൽ ഇതാ ദൈവസ്നേഹം ഒഴുകി വരുന്നു. ഹൃദയം ഒന്ന് ശാന്തമാക്കാമോ? നമുക്ക് വേണ്ടി പിറന്ന ദൈവകുമാരനെ എന്നോർക്ക്, ഉണ്ണി യേശുവിനെ നമുക്കോർക്കാം. എല്ലാ സങ്കടങ്ങളോടും വിട പറയാം, എല്ലാ നഷ്ടങ്ങളോടും വിട പറയാം. ഏറ്റവും വലിയ സമ്മാനം ഉണ്ണി യേശു, ഏറ്റവും വലിയ സമ്മാനം ക്രിസ്തുമസ്. ഇതിന്റെ സന്തോഷം പങ്കുവയ്ക്കാം. വേദനയിൽ കഴിയുന്നവരോട്, നിരാശയിൽ കഴിയുന്നവരോട് ക്രിസ്തുമസിന്റെ സന്തോഷം പങ്കുവയ്ക്കാം. നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഈ സന്ദേശം നമുക്ക് ഷെയർ ചെയ്യാം, ഈ സന്തോഷം പങ്കുവയ്ക്കാം. ഈ ഒരു ആനന്ദം നമ്മളിൽ നിറയട്ടെ. നമുക്ക് ഉണ്ണിയേശുവിന് നന്ദി പറയാം. ഹൃദയം തുറന്ന് ഉണ്ണിയേശുവിനെ ആരാധിക്കാമോ? ഉണ്ണീശോയ്ക്ക് നന്ദി പറയാമോ? We thank you, Jesus. We love you, Jesus. We adore you, Jesus. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഉണ്ണിയേശുവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിനക്ക് നന്ദി, നിനക്ക് ആരാധന. ഞങ്ങളുടെ എല്ലാ സ്നേഹവും, ഞങ്ങളുടെ എല്ലാ സന്തോഷവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. Thank you, Jesus. Thank you, Lord. ഈ സുന്ദരമായ ദിവസത്തെ ഓർത്ത്, ഈ സുന്ദരമായ രാത്രിയെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നമുക്ക് നന്ദി പറയാം. സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, അനുഗ്രഹത്തിന്റെ രാത്രിയെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ.